ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. അങ്ങനെ ഇന്നൊരു വീക്കെൻഡ് ആയതുകൊണ്ട് നമ്മൾ അൽഫാദ മാളിലേക്ക് ഒരു പർച്ചേസിന് വേണ്ടി പോവാണ്. നമ്മൾ ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് അൽവാഹദ മാള്. ഇവിടെ ഉള്ളതിൽ അത്യാവശ്യം കുറച്ച് വലിയ മാൾ തന്നെയാണ് അൽവാഹദ മാള്. നമ്മൾ നേരെ ഇപ്പം പോകുന്നത് മക്ഡൊണാൾഡ്സിലോട്ടാണ് ഇപ്പോൾ പോകുന്നത്. ഓക്കെ, ഹായ് ഗായ്സ്. അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് അൽവാദയിൽ മക്ഡൊണാൾഡ്സിലാണ്. ഒരു കോഫി കുടിക്കാനും ഒരു ബർഗർ കഴിക്കാനെന്നുള്ള പ്ലാനിൽ വന്നത്. ഇന്ന് വീക്കെൻഡ്, അപ്പം ഓഫ് ഡേ ആണ്. അങ്ങനെ വന്നതാണ്. ഇവിടെ ഇരിക്കുന്നുണ്ടോ എൻ്റെ ടീഷർട്ട്, ഒരാവശ്യമില്ല, എടുത്തിട്ടുകൊണ്ടിരിക്കുന്നു. ഒന്നും പറയാൻ പറ്റൂല. അപ്പം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, സാധനം വരും എന്ന് വിചാരിച്ച് ഇവിടെ ഇരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത കോഫിയും ബർഗറും വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ മാക്ഡിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഐക്യയിലേക്ക് കയറിയിട്ടുണ്ട്, കുറച്ചൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഐക്യയിലോട്ട് കയറുമ്പോൾ ഇതേപോലത്തെ ഒരു ബെഡാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് വാങ്ങിക്കാൻ. ഇവിടെ ഒരു നൈസ് ബെഡ് ഉണ്ട്, പക്ഷെ ഇത് സോഫ പോലെ യൂസ് ചെയ്യാം, മനസ്സിലായ? ഇവിടെ നിന്ന് ഇങ്ങനെ സോഫ ആക്കി വെക്കാം. ഇത് തിരിഞ്ഞാണെന്ന് തോന്നുന്നു കിടക്കാനുള്ള. നമ്മൾ ഐക്യയില് ഇവിടെ ഒരു റൂമായിട്ട് ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ബെഡ് അല്ല. അപ്പൊ അതെങ്ങനെയാണെന്ന് കാണിക്കാം. ആദ്യം ഇവിടെ ഒരു ചെയറ്, ഇവിടെയൊക്കെ വീഡിയോ എടുക്കാനാണെങ്കിൽ നൈസ്, റീലൊക്കെ കാര്യങ്ങളൊക്കെ എടുക്കാൻ നൈസായിരിക്കും. ഇവിടെ ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്ന സാധനങ്ങളൊക്കെ. പക്ഷെ ഇതെല്ലാം സെപ്പറേറ്റ് റേറ്റാണ്. ഓരോന്ന് റേറ്റ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഇവിടെ എല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ചെറിയ പോലെ ഇത് നമ്മുടെ അലമാരി പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ വയ്ക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു അലമാരി പോലെ. ഒരു ഗ്ലാസ്, ഒരു ബെഡ്, നൈസ് ബെഡ്. അവിടുത്തെ വാളിൽ കണ്ട വാളിൽ രണ്ട് കബോർഡ് പോലെ അടിച്ചിട്ട് കുറച്ച് ഡെക്കറേഷൻ കാര്യങ്ങളും ഇതിനാണോ ബെഡിൻ്റെ ഉണ്ടാക്കി കട്ടിലിന്റെ മണ്ട എണീക്കണം. മണ്ടേ തന്നെ കുറേ സാധനങ്ങൾ ഇങ്ങനെ വെക്കാൻ പറ്റും കേട്ടോ. ഇങ്ങനെ കുറേ സാധനങ്ങൾ വെക്കാൻ പറ്റും, നൈസായിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ സെപ്പറേറ്റ് റേറ്റ് ആണ്. അതെ, ഇങ്ങനെ ഒരു റൂം സെറ്റ് ചെയ്യണം എന്നാണ് നമ്മുടെ ആഗ്രഹം. ഇവിടെ കണ്ട, ഇവിടെ കോഫി കുടിക്കാനും കുടിക്കാനൊക്കെ വേണ്ടിയിട്ട് ചെറിയ ഇതുകൂടെ വെച്ചിട്ടുണ്ട്. സോ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ലൈറ്റൊക്കെ ഇട്ടിട്ട് നൈസാണ്. ഇവിടെ വീഡിയോ ചെയ്യാനാണെങ്കിലും വർക്ക് ചെയ്യാനാണെങ്കിലും എല്ലാം നൈസാണ്. സോ ഇതിൽ നിന്ന് ഓരോന്നും വീതം പാക്ക് ചെയ്യാൻ പാടില്ല. ഓരോന്നിനും സെപ്പറേറ്റ് റേറ്റ് ആണ്. നമുക്ക് ആവശ്യമുള്ളതും എനിക്ക് ആവശ്യത്തിലധികമുള്ളതും കാണാം. ഇതൊക്കെ 49. ഇതൊക്കെ എന്തിനാണോ എന്തെങ്കിലും കെട്ട് വെക്കാനായിരിക്കും അല്ലേ? ഓ അങ്ങനെ. എനിക്ക് നാച്ചുറൽ ബ്യൂട്ടി ആയതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല. എനിക്ക് എന്റെ കാരണവന്മാര് മുതലേ കാരണവന്മാര് നമ്മൾ ബ്യൂട്ടീഷ്യൻ ചെയ്യാറില്ല, അതിന്റെ ആവശ്യമില്ല. കാരണവന്മാരായിട്ട് നമുക്ക് സൗന്ദര്യം തന്നിട്ടുണ്ട്. നമ്മൾ ഇതിനുള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ പ്രലോഭിപ്പിക്കുന്ന രീതിയിൽ പല സാധനങ്ങളും ഇതിനകത്തുണ്ട്. നമ്മൾ പൈസ ഇല്ലെങ്കിൽ ഉണ്ടാക്കി വാങ്ങിച്ചു പോകും. ആ രീതിക്കാണ് അവരെല്ലാം സെറ്റ് ചെയ്തേക്കുന്നത്. ആക്ച്വലി ഒരു രക്ഷയില്ല. ഇത് നൈസല്ലേ, അത് നൈസല്ലേ, ഇങ്ങനെ പറഞ്ഞ് ഓരോന്ന് നോക്കി 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 നമുക്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത പല സാധനങ്ങളും നമ്മൾ എടുത്തു പോകും. സോ അതെ, വാങ്ങിച്ചു പോകും. അങ്ങനെയാണ് അവർ ഓരോ സാധനങ്ങൾ അറേഞ്ച് ചെയ്തേക്കണതും, മനസ്സിലായി? ഒരു വെറുതെ അങ്ങ് കൊണ്ട് വെച്ചേക്കുന്നതല്ല. എല്ലാം ഒരു റൂമിൽ അങ്ങനെ സെറ്റ് ചെയ്യാം, ഒരു വീട്ടിലങ്ങനെ സെറ്റ് ചെയ്യാം എന്നൊക്കെ ഉള്ള രീതിയിലാണ് അവരെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. സോ നൈസാണ്. പൈസ പോവാതെ നോക്കുക, വേണ്ടിയ സാധനങ്ങളാണെങ്കിൽ മാത്രം വാങ്ങുക, അത്ര തന്നെ. ഇതൊക്കെ അറേഞ്ച് ചെയ്യുന്നത് നിനക്ക് റൂമിൽ വയ്ക്കാൻ നൈസാണ്. ഈ ഒരു സാധനത്തിൻ്റെ റേറ്റാണ്
150.95 ദിർഹം. അതായത് നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു 230 ദിർഹം സംതിങ് വരും, 230 രൂപ സംതിങ് വരും. അതെ, അതുകൊണ്ട് അവിടെ വയ്ക്കുന്നു, നമ്മൾ തിരിച്ചു പോകുന്നു. ഇനി നേരെ നമ്മൾ ഐക്യയിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. അങ്ങനെ ഐക്യം നേരെ ഇറങ്ങി മാക്സിലേക്ക് കയറുകയാണ്. ഇവിടെ കുറച്ച് പർച്ചേസിങ് ഉണ്ട്, ഡ്രസ്സും കുറച്ച് കാര്യങ്ങൾ പർച്ചേസിങ് ഉണ്ട്. അങ്ങനെ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ്. സോ അവൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു നൈസായിട്ടുള്ള ഡ്രസ്സാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. നമ്മുടെ കണ്ണിന് പറ്റിയ രീതിയിലൊന്നുമില്ല. കണ്ണിന് പറ്റിയല്ല, ഒരു നല്ല മോഡൽ ഒന്നുമില്ല. പക്ഷേ കുറച്ച് നൈസ് സാധനങ്ങൾ കിടപ്പുണ്ട്. ബട്ട് നമുക്കൊന്നും അങ്ങോട്ട് ഓക്കെ ആവുന്നില്ല അല്ലേ? എന്താണ് അസ്ന മാഡം, താങ്കളുടെ അഭിപ്രായം പ്ലീസ് രേഖപ്പെടുത്തും. ഒരു അഭിപ്രായം ഇല്ലേന്നോ? അപ്പോൾ എൻ്റെ ടീഷർട്ട് ഇട്ടോണ്ട് തിളങ്ങുന്ന നോക്കിയാണ്. ഓക്കെ, കൊള്ളാം. ആ വൈറ്റ് ഓക്കെ, അത് നൈസറേ, അത് കൊള്ളാം. സോ ഐ തോട്ട് ഫൈനലി വി ഗോട്ട് ഇറ്റ് വൺ. അവൾക്കിപ്പോൾ 1 വയസ്സാണ് ആവുന്നത്. അവളുടെ ബർത്ത്ഡേക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ അവൾക്ക് 1 വയസ്സാണുള്ളത്. ക്യൂട്ട് ബേബിയാണ്. സോ അവൾക്കൊരു ക്യൂട്ട് ഡ്രസ്സ് ഇട്ട് കൊടുക്കാം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെയാണ്. ഫൈനലി നമ്മളങ്ങനെ ഇത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താണ് നമ്മൾ നോക്കാൻ പോകുന്നത്? ഷൂസ് അല്ലേ? അപ്പോൾ അവളുടെ കാലിന് പറ്റിയ കുഞ്ഞു 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 ഷൂസ് നോക്കണം. സോ ഇതാണെങ്കിലോ, ദിസ് വൺ ഓൾസോ ഗുഡ്. വേണ്ട? ഓക്കെ, ക്യൂട്ടായിട്ടുള്ളതാണെങ്കിൽ എന്നെ നോക്കേണ്ടി വരും. എന്താ ഒരു പുച്ഛം? ഓക്കെ, ക്യൂട്ട് മുഖം എന്ത്? ഗൈസ്, ഇപ്പം നമ്മൾ ഷൂസ് തപ്പി പോവുകയാണ്. സി ഇവിടെ പറഞ്ഞുണ്ട്. സി നോക്ക്, വലുതാണ്, പക്ഷേ അതിൻ്റെ ചെറിയ സൈസ് ഇവിടെ എവിടെയെങ്കിലും ഫൈൻഡ് ഇറ്റ്. അത് കൊള്ളാം, അതും കൊള്ളാം. ഇതും കൂടി അങ്ങനെ ഉണ്ടാവും ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറയുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളിതിപ്പോൾ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോയതിന് ശേഷം ആയിരിക്കും ഈ വ്ളോഗ് ഇടുന്നത്. ഞങ്ങൾ ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ അതെ, വ്ളോഗ് കഴിയണത്. നിങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞാലും ഒന്നും ചെയ്യാൻ പറ്റില്ലായിരിക്കും അല്ലേ? എന്നാലും നിങ്ങൾ കമൻറ്റുകളൊക്കെ ചുമ്മാ ഇടുക. എന്തെങ്കിലും എന്തായാലും കണ്ടോണ്ടിരിക്കുന്നു, അപ്പോൾ പിന്നെ വെറുതെ കമൻറ്റുകളൊക്കെ വാരി പറക്കി ഇടുക. അങ്ങനെ ഫൈനലി നമ്മൾ ഈ ഷൂസ് എടുത്തിട്ടുണ്ട്. കൺഫേം അല്ല, അതെ, ഇത് എൻ്റെ സെലക്ഷനാണ് കേട്ടോ. ഈ ഷൂസ് ഇത് എൻ്റെ സെലക്ഷൻ അല്ല, അവളുടെ സെലക്ഷൻ. കുഴപ്പമില്ല, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, സൈസ് കുഴപ്പമില്ല. അവൾ 1 വയസ്സായ കുട്ടി ആയതുകൊണ്ടാണ് നമുക്കൊരു കൺഫ്യൂഷൻ. സോ ഇനി നമുക്കൊരു ഹെയർ ബാൻഡ് നോക്കാം. അപ്പോൾ ഒന്നെങ്കിൽ ഹെയർ ബാൻഡ് എടുക്കുക, അല്ലെങ്കിൽ ഷൂസ് എടുക്കുക. ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് ഫിക്സ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ രണ്ടും എടുക്കാം. ആക്ച്വലി ഇവിടെ എല്ലാം ബോ മാത്രമേ ഉള്ളൂ. ഹെയർ ബാൻഡാ? ഹെയർ ബാൻഡ്, ഫോക്കസ് ഓൺ ഹെയർ ബാൻഡ്. ഈ ബേബിക്ക് ഇത് മുതുക്ക് ബേബിക്കുള്ളത് ഇപ്പോൾ കണ്ട, ബേബിക്കുള്ളത് നോക്കിപ്പോൾ. ഓക്കെ, ഞാനൊരു ടീഷർട്ടും പാൻറ്റൊക്കെ എടുത്തിട്ട് ഞാൻ ട്രയൽ ചെയ്ത് നോക്കി. കൊള്ളാൻ, കുഴപ്പമില്ല. നമ്മൾ ഇതെടുത്തു. ഇവിടെ ഒരു തൊപ്പി ഇരിപ്പുണ്ട്. ഈ തൊപ്പി കൊള്ളാം. അത് കൊള്ളാം. ഇത് നിനക്കാക്കാൻ വേണ്ടി കൊള്ളാം കേട്ടോ. ഇത്
മതി 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 മതി, നിന്റെ കളികൾ മതി, കൊണ്ട് പോയി അവിടെ. അങ്ങനെ അസ്നുവിനും എനിക്കും ബേബിക്കുള്ള ഡ്രസ്സൊക്കെ എടുത്ത് നമ്മൾ മാക്സിൽ നിന്നും ഇറങ്ങുകയാണ് സുഹൃത്തുക്കളെ, ഇറങ്ങുകയാണ്. അങ്ങനെ മാക്സിൽ പർച്ചേസ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും ഇവിടുന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങാം, ഇല്ലെങ്കിൽ പൈസകൾ പലതും കീറും, ഇതേപോലെ പലതും വാങ്ങേണ്ടി വരും. പെട്ടെന്നോ ഓടിക്കോ. അപ്പം അങ്ങ് മാക്സിന്ന് ഇറങ്ങിയിട്ടുണ്ട്. മാർക്കാൻ സേവ് നമ്മുടെ അടുത്തൊരു ഷോപ്പുണ്ട്, മാർക്കാൻ സേവ്, എപ്പോഴും അതിൻ്റെ പേരാണ് വരുന്നത്. ഓക്കെ, മാക്സിന്ന് ഇറങ്ങിയിട്ടുണ്ട്. സോ ഇനി നമ്മൾ നേരെ ഇനി അടുത്ത ഷോപ്പുകളൊന്നും ഉള്ളൂ, ഒരു ഷോപ്പിങ്ങും ഇല്ല. പിന്നെ നമ്മൾ നേരെ റൂമിലോട്ട് പോകും. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി തിരിച്ച് നേരെ റൂമിലേക്ക് പോവാണ്. നമ്മളിപ്പോൾ തിരിച്ച് ഫ്ലാറ്റിലെത്തിയിട്ടുണ്ട്. നമ്മുടെ ഇപ്പോൾ പർച്ചേസിങ്ങും ഔട്ടിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ അറിയാമല്ലോ ബെൽ ബട്ടൺ എല്ലാവർക്കും അമർത്തി വെച്ചാൽ എപ്പോഴെങ്കിലും വീഡിയോ ഇടുന്നതിന് നിങ്ങൾക്ക് കിട്ടും.